ഇനി നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ചുമലുകൾ സംസാരിക്കും. സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 വാൾ കവറിംഗ് കമ്പനി യാര ലക്ഷറി വാൾ കവറിംഗ് ആൻഡ് മോർ. സോ ഇന്നത്തെ എന്റെ ഇന്റർവ്യൂ കാണുന്ന ആൾക്കാർ വിചാരിക്കട്ടോ കറക്റ്റ് സ്ഥലത്താണ് ഇവൾ വന്ന് നിൽക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ വാഴക്കൂമ്പ് കൊണ്ട് പേരുണ്ടാക്കാനുള്ള പ്ലാനാണ്. അപ്പൊ ഇതിന്റെ വാഴക്കൂമ്പ് നിങ്ങൾ പൊട്ടിച്ചുകൊണ്ട് പോകുന്നതാണ് നിങ്ങൾക്കുള്ള ടാസ്ക്. കൂമ്പേന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഉറപ്പാണ്. കപ്പയുടെ ഒക്കെ അടിയിലല്ലേ, അപ്പൊ ഇതിന്റെ അടി കാണും. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതറിയാവുന്ന ഒരേ ഒരു ആരേ ഉള്ളൂ. ആരാ? ഫിറോസിക. ഹലോ ഫിറോസിക. കിട്ടി. ഇതല്ലേ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം. ഇത് ചെറുതാണല്ലോ. ഇതിൽ ആർക്കെങ്കിലും കുക്കിംഗ് അറിയോ? ഈ പടത്തിലല്ലേ അതിന് ശേഷം നിങ്ങൾ വരുന്നത് ഒരുമിച്ച് അതില് വന്നു. എങ്ങനെയാണ് ഈ ഒരു കൂട്ടുകെട്ട് കൊണ്ടുപോകുന്നത്? അത് ഹിറ്റ് കോംബോ അല്ലേ? അത് രോമാഞ്ചം കോടികൾ അടിക്കുന്നു, ഗുരുവായൂർ കോടികൾ അടിക്കുന്നു, പല കോടികൾ അടിക്കാൻ പോകുന്നു. അപ്പൊ ഇതെല്ലാം ഭയങ്കര കോടി ക്ലബ് അല്ലേ ഇതെല്ലാം. ഇനി എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ്? ഗൾഫിൽ പോണം, അവിടെ ജോലിക്ക് കയറണം ഏതെങ്കിലും കമ്പനിയിൽ. പിന്നെ അറിയാമല്ലോ ഞാൻ ഇനി ഇത് തന്നെ ചെയ്യാൻ പോകുന്നത്. പിന്നെ എന്തിനാ ചോദിക്കുക? അങ്ങനെ ചോദിക്കേണ്ട പല കാര്യമുണ്ട്. നമ്മൾ ഇത്ര നേരം സംസാരിച്ചോണ്ടിരിക്കുമ്പോ അവരുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. എന്തായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ്? അത് അവൻ ആ കാലെടുത്ത് അങ്ങോട്ട് വെച്ചു. നമ്മളിവിടെ ഇരിക്കുന്ന ഒരു മഹാനടനായ നമ്മുടെ ജോമോന്റെ ഒരു പാട്ട് എനിക്ക് ഒരു ഉറപ്പുണ്ട്, ഈ പാട്ട് കോപ്പിറൈറ്റ് അടിക്കില്ല. ഈ ഇന്റർവ്യൂവിന് കോപ്പിറൈറ്റ് കിട്ടത്തില്ല, കാരണം ഇങ്ങനെ ഇന്റർവ്യൂ വന്നിട്ടില്ലേക്കും. പേടിക്കണ്ട. ആക്ച്വലി രോമാഞ്ചത്തില് ഇവൻ കളിച്ചില്ല, ചുമ്മാ അറിയത്തില്ലെങ്കിൽ പിണ്ട കഴിക്കാമോ? ചുമ്മാ ഇവൻ കളിച്ചിട്ടൊന്നുമില്ല, ചുമ്മാ അറിയത്തില്ല, ചുമ്മാ ഇവരൊരു ഗ്യാങ് ആണ്. അപ്പൊ ആ ഗ്യാങ്ങിന് ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അതാണ് സംഭവം മാറിയിരിക്കണേ. അതങ്ങനൊന്നുമല്ല. പേഴ്സണൽ ലൈഫിൽ ഞങ്ങൾക്ക് വരെ ഇഷ്ടമല്ല, സിനിമയിലും ഞങ്ങൾക്ക് വരെ ഇഷ്ടമല്ല. തുമ്പയ്ക്ക് പിക്കാസിനോട് ഇഷ്ടം, അത്രേ ഉള്ളൂ. വേറെ ഇതുള്ളൂ ഇഷ്ടം. നോ ഗേൾഫ്രണ്ട്സ്, ഐ ആം അൺമാരിഡ് ബാച്ചിലർ. ഹായ് ഗൈസ്, ബിഹൈൻഡ് വുഡ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പൂജ കൃഷ്ണ. സോ ഇന്നത്തെ എന്റെ ഇന്റർവ്യൂ കാണുന്ന ആൾക്കാർ വിചാരിക്കണം കറക്റ്റ് സ്ഥലത്താണ് ഇവൾ വന്ന് നിൽക്കുന്നതെന്ന്. കാരണം നിങ്ങൾ എപ്പോൾ എന്റെ കമന്റ് ബോക്സിൽ വിളിക്കുന്ന വാഴ വാഴ എന്ന് ഞാൻ വിളിച്ചപ്പോൾ ഞാൻ വാഴ തൂപ്പിലെത്തിരിക്കുകയാണ് ഗൈസ്, തൂപ്പിലെത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള മറ്റ് കുറച്ച് വാഴകളെയും ഞാൻ ഇവിടെ പരിചയപ്പെടുത്താനാണ്. നിങ്ങൾ പരിചയപ്പെടുത്തിക്കോളൂ. സിജു സണ്ണി, വല്ലൂർ പടിഞ്ഞാറ്റേതിൽ. ജോമൻ ജോസർ, പടയിൽ വീട്. അനുരാ ജോബി, ഓടാശ്ശേരി വീട്, ചെറായി വ്യൂ, എറണാകുളം 6835 പിൻകോഡ്. ഓക്കെ, നമ്മൾ ഇന്ന് നിങ്ങളുടെ പടമായ വാഴ എന്ന ടൈറ്റിൽ എന്താണ്? ഇത് എത്ര മാസം ഉണ്ടായിരുന്നു ഈ ഷൂട്ട്? ബോയ്സ് ആണ്. അപ്പൊ ഇന്ന് നമ്മള് വാഴക്കൂമ്പ് കൊണ്ട്, അതായത് വാഴക്കൂമ്പ് കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാനുള്ള പ്ലാനാണ് നമുക്ക്. അപ്പം ഇതിന്റെ പരിപാടികളൊക്കെ നമ്മൾ അവിടെ കിച്ചണില് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ പിള്ളേരെന്താ വെള്ളം തിളപ്പിക്കുക, എന്തൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ വാഴക്കൂമ്പ് നിങ്ങൾ പൊട്ടിച്ചുകൊണ്ട് പോകുന്നതാണ് നിങ്ങൾക്കുള്ള ടാസ്ക്. പൊട്ടിച്ചിട്ട് കറി വെക്കണം. കറിയാണോ തോരനാണോ? ഞങ്ങളൊക്കെ തോരനാണ് കഴിക്കാറ്. കറി വെക്കണേ കറി വെക്കാം. അവിടെ എന്താണ് പ്ലാൻ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അത് എടുത്തോണ്ട് വരണം. ഓക്കെ, അതിനാണ് ഈ വാഴത്തൊപ്പിക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അല്ലാണ്ട് വാഴത്തൊപ്പിക്ക് എന്തിനാ വരാറ് ഒന്ന് പറഞ്ഞേ. സൈക്കിൾ റേസോ? ഇത് ആവശ്യമില്ല, നിങ്ങൾക്ക് കൂമ്പ് മാത്രം കൊണ്ടുവന്നാൽ മതി. അതെങ്കിലും പ്ലീസ്. റോബസ്റ്റ് ആണെന്ന് തോന്നുന്നു. റോബസ്റ്റ് ചുമന്നിരിക്കുന്നല്ലേ? അത് സ്ട്രോബെറി ആണല്ലേ? സോറി, എന്തായാലും പറയാം. ഇത് കേറണ്ട ആരെങ്കിലും. ഇതില് കണ്ണമ്പഴം ഒരു കണ്ടാണ്. പാളയംകുടനിലെ കണ്ണമ്പഴം. പൂമ്പില്ലാക്കണ്ണൻ എങ്ങനെയാടാ പഴം? അതെന്ത് പൂമ്പില്ലാക്ക? പിന്നെ കൊള്ളാല്ലേ? അവനോട് സംശയം, ഇതൊക്കെ എങ്ങനെ പഴമായിട്ട് മാറുന്നു? ഇത് പഴുത്ത് പൊഴിഞ്ഞ് തറ വീഴുമ്പോ നമ്മൾ പറക്കും. അതാണ് പഴം. നിങ്ങൾക്ക് ഇതിൽ ആർക്കെങ്കിലും പാചകം അറിയൂ? ഇല്ല, എനിക്കറിയാം. അത് മാഗി ഉണ്ടാക്കാനാ? മാഗി ഒന്നുമല്ല, ചായ ഉണ്ടാക്കും, പാസ്ത ഉണ്ടാക്കും. പാസ്ത ഉണ്ടാക്കും. പിന്നെ തോരൻ എന്ന് പറഞ്ഞാൽ
എടാ ഈ കൂമ്പ് തോരൻ എന്ന് വെച്ചാലേ കറക്റ്റ് ടൈപ്പാണോ അത് എങ്ങനെ ഇരിക്കുന്നത്? തോരനല്ലേ? തോരൻ വെക്കാനായിട്ട് ഉപയോഗിക്കൂലേ ആ സാധനം? ഇത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്നു. കൂമ്പ് ഏത് ഭാഗത്താണ്? ഭൂമിക്കടി കുഴിക്കണോ അതാ? അടിച്ച് കുഴിച്ചേ സാധാരണ കപ്പയൊക്കെ കുഴി 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 അടി കാണും. കൂമ്പേന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ഉറപ്പാണ്. കപ്പയുടെ ഒക്കെ അടിയിലല്ലേ, അപ്പൊ ഇതിന്റെ അടി കാണും. അത് കപ്പയല്ലേ? കപ്പ പോലെയാണോ ഇത്? വേറൊരു സാധനം വെച്ച് കുഴിച്ചുണ്ടാക്കണല്ലേ? പഴമല്ലേ? അതെന്ത് സാധനം? ഇത് നിധി. ഇത് കരിക്ക് ലാമപ്പഴം പോലെ ഉണ്ട്. ഇതല്ല സാധനം. വാ നോക്കാം. നമുക്ക് എന്തിനാണ് അത്രയും സാധനങ്ങൾ എന്തുണ്ടാക്കാനാണ് വെച്ചിട്ട്? അത് മറ്റേ വാഴ ബനാന ചിപ്സ്. അതെ, അവന്മാരെന്തായിരിക്കും വാഴക്കൊലയായിരിക്കും കൊണ്ടുവരുന്നത്? പഴം മറ്റേ കായപ്പേരി മറ്റേ പഴമായിരിക്കും ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടി. ചിപ്സിന് എന്തിനത്? പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതറിയാവുന്ന ഒരേ ഒരു ആരേ ഉള്ളൂ. ആരാ? ഫിറോസിക. വിളി 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 കൊടുക്ക്. ഹലോ ഹലോ ഫിറോസിക, ഇക്ക ഈ കൂമ്പ് എങ്ങനെ ഇരിക്കുന്നേ? ചേച്ചി അതല്ല, വാഴയുടെ കൂമ്പ്. ഓ പിങ്ക്, മറ്റേ ചുവന്ന അത് തന്നെ. അത് തന്നെ ഇതാ. കിട്ടി. ഇതായിരുന്നു സാധനം. ഇതന്നെയാണോ കൂമ്പ്? ഇത് തന്നെ കൂമ്പ്. ഇത് ആരെങ്കിലും ചോദിച്ചോ? സജഷൻ ചോദിച്ചോ? ഒരാളോട് ഞങ്ങൾ ചോദിച്ചില്ല. അതല്ലേ? ഇതുപോലെ അറിയണമെങ്കിൽ പിന്നെ നമ്മള് ഓക്കെ. ഇത് ചെറുതാണല്ലോ. അതല്ല, പെട്ടെന്ന് എന്റെ മനസ്സ് മറ്റൊന്ന് ചിരിപ്പിക്കില്ല. ഇനി ഇതെങ്ങനെ കറി വെക്കും? കറിയാണോ മറ്റേ തോരനാണോ വെക്കാറ്? തോരനാണ് വെക്കാറ്. അപ്പൊ ഇതെങ്ങനെ തോരൻ വെക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇതെന്ത് സാധനം അറിയോ? എവിടുന്നാ കിട്ടുന്നേ? പലർക്കും അറിയില്ലായിരുന്നു. വാഴയിലാണ് ഇത് കിട്ടുന്നത്. കുറെ പേര് ഇത് കുഴിച്ച് നോക്കിയെന്ന് ഞാൻ അറിഞ്ഞു. ആരൊക്കെയാണ് കുഴിച്ച് നോക്കിയത്? ഇതിൽ ആർക്കെങ്കിലും കുക്കിംഗ് അറിയോ? നമ്മുടെ കൂട്ടത്തിലെ കുക്കിംഗ് കിങ് ആണ്. സത്യമായിട്ടും ഉണ്ടാക്കാൻ അറിയോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ മറ്റേ ആ ലാലേട്ടന്റെ പടത്തിൽ ആ മറ്റേ കുക്കറി ആ സാധനം പറഞ്ഞ പോലെ എങ്ങനെയാണ് ഇത് ഒരു ഉപ്പേരി അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്നിട്ട് പറയാ തോരൻ ഉണ്ടാക്കുന്നത് 2 മിനിറ്റിൽ പറയണം. നമ്മള് ഉണ്ടാക്കി കാണിക്കാം. അടിപ്പൻ തോരൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആകെ കൂടെ കുക്കിംഗ് അറിയണത് ആൾക്ക് മാത്രമാണ്. സഹായിക്കാൻ സഹായിക്കാൻ അറിയാം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഇതിന്റെ ഇടയിൽ ഒരു തേന് എന്ന് പറയുമ്പോൾ ഒരാളുടെ പാട്ട് ഇവിടെ ഭയങ്കര വൈറലായിട്ടൊരു പാട്ടാണ്. തേനല്ലേ എന്നെ പറിച്ചെടുക്കല്ലേ. നമ്മള് ഇവരെ യൂട്യൂബിലും അല്ലെങ്കിൽ ഇപ്പൊ 2 പേരും 3 പേരും നമുക്ക് സിനിമയിൽ കണ്ടിട്ടുള്ള പരിചയമുണ്ട്. പക്ഷെ കൂടുതൽ ആൾക്കാർ ഇപ്പം ഇൻഫ്ലുവൻസേഴ്സ് ആയിരുന്നു. ഇപ്പൊ ആക്ടേഴ്സ് ആദ്യത്തെ ആക്ടിങ്ങിന്റെ പടി ചവിട്ടി കേറിയാണ് എന്തിലൂടെ വാഴ എന്ന് പറഞ്ഞ പടത്തിലൂടെ. നിങ്ങൾ അത് മറക്കുന്നുണ്ടോ കുക്കിങ്ങിന്റെ ഇടയില്? നിങ്ങൾ ആ സന്തോഷം ഇടയ്ക്ക് പങ്കുവെക്കണം. സാഫ്ബോയ് എന്ന നാമത്തിലാണ് നമ്മൾ കൂടുതൽ അറിയപ്പെട്ടിരിക്കുന്നത്. ശരിക്കുള്ള പേരെന്താണ് സാഫ്ബോയ്? സഫാൻ. അതിൽ നിന്ന് എങ്ങനെയാണ് ഈ വാഴ എന്ന് കറക്റ്റ് ഒരു ടൈറ്റിൽ ഒരു പേരിലേക്ക് എത്തിയത്? ആക്ച്വലി വീഡിയോഗ്രാഫി ചെയ്ത് നടന്ന ഞാൻ ഇങ്ങനെ ആദ്യം ഒരു സിനിമ ചെയ്തു. പിന്നെ അത് കണ്ട് വിപിൻ ചേട്ടൻ വിളിച്ചു. ആ സമയത്ത് നമ്മളോട് ഇങ്ങനെ വാഴ എന്ന് പറഞ്ഞൊരു കഥ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ചുമ്മാ നമ്മളോട് പറഞ്ഞു, എന്നോടും സിജുവിനോടും അശ്വിനോടും ഇങ്ങനെ ചുമ്മാ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മളൊന്നുമല്ല, നമ്മളോട് ചുമ്മാ എങ്ങനെ ഉണ്ട് കഥ എന്ന് അറിയാൻ വേണ്ടി പറഞ്ഞാണ്. നമ്മള് അന്ന് പക്ഷെ നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു പടത്തിൽ അഭിനയിച്ച് എങ്ങനെ ഉണ്ടാവും. പിന്നെ ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൽ അഭിനയിക്കാന്ന് വിളിച്ചു. അങ്ങനെയാണ് വാഴയിലേക്ക് വരുന്നത്. രോമാഞ്ചം എന്നുള്ള പടമാണോ എന്റെ ആദ്യത്തെ ഇന്റർവ്യൂ ആക്ച്വലി. അപ്പൊ അത് കഴിഞ്ഞ് ഇവര് ഹിറ്റായി, ഞാൻ പിന്നെ ഒടുക്കത്തെ ഹിറ്റായി അല്ലടാ. പൂജ ആണെങ്കിൽ ഞങ്ങൾ രോമാഞ്ചത്തിന്റെ സമയത്ത് ആദ്യം ഇന്റർവ്യൂ എടുത്ത ആളാണ് അന്ന് പൂജ. അത് കഴിഞ്ഞ് നമ്മള് 3-4 സിനിമ എഴുതു. ഞാൻ ഈ പണി തന്നെ ഇപ്പോൾ ചെയ്തോളി. ഞാൻ അതല്ല പറയാൻ പറഞ്ഞത്. അപ്പൊ ആ പടത്തിൽ നിങ്ങൾ ഒറ്റക്കെട്ടായിരുന്നു. ഈ പടത്തിലേക്ക് വന്നപ്പോഴാണ് വീണ്ടും ഒറ്റക്കെട്ടായത്. അതെങ്ങനെ ഉണ്ടായിരുന്നു? കേട്ടോ
ഞങ്ങള് ഭയങ്കര അത് ടീം വർക്ക് അല്ലേ. സിനിമ എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയാണ്. അപ്പൊ അങ്ങനെയൊക്കെ സംസാരിക്കണം. ആ സിനിമയില് നമ്മൾ ഒറ്റക്കെട്ടായിരുന്നു, ഈ സിനിമയില് നമ്മൾ ഒറ്റക്കെട്ടാണ്. അതെ, നിങ്ങളുടെ കോംബോ എന്ന് പറഞ്ഞ ആ പടത്തിൽ നിങ്ങളുണ്ട്, ഈ പടത്തിലല്ലേ അതിനുശേഷം നിങ്ങൾ വരുന്നത് ഒരുമിച്ച് ഗുരുവായൂര് അതില് വന്നു. അപ്പൊ അത് വരവല്ലേ? അപ്പൊ മൂന്നാമത്തെ പടമായില്ലേ? ഗുരുവായൂരമ്പലം നടയിൽ കണ്ടില്ലല്ലേ? ഞാൻ കണ്ടു. കണ്ട് ഞങ്ങള് അപ്പൊ എനിക്ക് തെറ്റിപ്പോയതാ. മൂന്നാമത്തെ പടം ഇങ്ങനെയാണ് ഈ ഒരു കൂട്ടുകെട്ട് കൊണ്ടുപോകും. അത് ഹിറ്റ് കോംബോ അല്ലേ? അത് രോമാഞ്ചം കോടികൾ അടിക്കുന്നു, ഗുരുവായൂർ കോടികൾ അടിക്കുന്നു, പല കോടികൾ അടിക്കാൻ പോകുന്നു. അപ്പൊ ഇതെല്ലാം ഭയങ്കര കോടി ക്ലബ് അല്ലേ? ഇതെല്ലാം കോടി ക്ലബാണ്. നിങ്ങളൊരു കോടീശ്വരന്മാരായി കഴിഞ്ഞു. അതെ. ആ ഫണ്ട് എടുത്തോണ്ട് പോണേ, ഇവിടെ എങ്ങാണ്ട് കിടപ്പുണ്ട് ഇപ്പൊ അടുത്തത്, അതൊന്ന് എടുത്തോണ്ട് പോണേ ആ ഫണ്ട്. ഇനി എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ്? കോടികളുടെ പണം അല്ലാതെ വേറെ ഒന്നും ചെയ്യില്ല. ഗൾഫിൽ പോണം, അവിടെ ജോലിക്ക് കയറണം ഏതെങ്കിലും കമ്പനിയിൽ. കഷ്ടപ്പെട്ട ആക്ടറായിട്ട് പിന്നെ അറിയാമല്ലോ ഞാൻ ഇനി ഇത് തന്നെ ചെയ്യാൻ പോകുന്നത്. പിന്നെ എന്തിനാ ചോദിക്കുക? അങ്ങനെ ചോദിക്കേണ്ട പല കാര്യമുണ്ട്. ഇല്ല, ഇനി കോടികളുടെ പടം മാത്രം അവിടെ ചെയ്യുള്ളൂ. അത് ഇങ്ങനെ സിമ്പിൾ പടങ്ങൾ ചെയ്യുമോ എന്നൊക്കെയാണ് ഞാൻ ചോദിച്ചത്. നമ്മൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അവരുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. എന്തായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ്? അത് അവൻ ആ കാലെടുത്ത് അങ്ങോട്ട് വെച്ചു. ചളി. അത് അരിഞ്ഞ് തീർത്തു. ഇതിനകത്ത് നിന്ന് ആ ചേട്ടന് മാത്രമാണ് ആക്ച്വൽ ആയിട്ട് കുക്ക് ചെയ്യാൻ അറിയുള്ളൂ. പക്ഷെ നമ്മൾ ഇവിടെ രണ്ടുപേരോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഒരു ഐഡിയ ഉണ്ടല്ലോ, വീട്ടിലൊക്കെ ഉണ്ടാക്കണം കണ്ടിട്ടുണ്ടല്ലോ, പറയൂ മീനാക്ഷി. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും പറയണേ, എങ്ങനെയാണ് നമ്മുടെ കൂമ്പ് തോരൻ, നമ്മൾ വാഴക്കൂമ്പ് തോരൻ എങ്ങനെ ഉണ്ടാക്കും? തോരൻ കുറെ ടൈപ്പ് ഉണ്ട്. ഇതെന്നിട്ട് ശരിയാണെന്ന് പറഞ്ഞിട്ടാ. ഇത് പഠിച്ചിട്ട് മതിയാ. തോരൻ പല വിധം. പല വിധം. ഒന്ന് അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന കൂമ്പ് തോരനാണ്. അപ്പൊ നമ്മൾ ആദ്യം എണ്ണ എടുത്തിട്ട് ചൂടാക്കും. അപ്പൊ എണ്ണ ചൂടാക്കി കഴിഞ്ഞിട്ട് നമ്മള് കറിവേപ്പില ഇടും, കടുകിടും. ഇത് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യാ പറയും. മസാലയൊക്കെ ആയി കഴിയുമ്പോ ഇതിട്ടിട്ട് കുറച്ചേരം ഇങ്ങനെ ആക്കും. അല്ല, കടുക് ഇട്ട് കഴിഞ്ഞിട്ട് ഇതിടും, തേങ്ങ. അതെ അതെ. അവര് പറഞ്ഞതൊക്കെ തെറ്റാണ്. ചെറിയ ഉള്ളി, പിന്നെ നമ്മുടെ തേങ്ങയും പച്ചമുളകും കൂടി മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് നമ്മൾ ഇതിലിട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കണത്. പക്ഷെ ഇവിടെ മിക്സ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ മിക്സ് ചെയ്യണം. നമ്മളിവിടെ ഇരിക്കുന്ന ഒരു മഹാനടനായി നമ്മുടെ ജോമോന്റെ ഒരു പാട്ട് നമുക്ക് പാടിയാലോ ജോമോനെ? 3, 2, 1 go. ഞാനൊരു പൂവിൻമുട്ട് വന്നിരിക്കാലോ എന്റെ മോളാവുകത്ത്. ഹേയ് എന്തായാലും എനിക്ക് ഒരു ഉറപ്പുണ്ട്, ഈ പാട്ട് എന്തായാലും കോപ്പിറൈറ്റ് അടിക്കില്ല. ഇങ്ങനത്തെ ഒരു പാട്ട് കേട്ടിട്ടില്ല. ഈ ഇന്റർവ്യൂവിന് കോപ്പിറൈറ്റ് കിട്ടത്തില്ല. കാരണം ഇങ്ങനെ ഇന്റർവ്യൂ വന്നിട്ടില്ലേക്കും, പേടിക്കണ്ട. വന്നിട്ടില്ല. പിന്നെ നിങ്ങളിങ്ങനെ അലമ്പുണ്ടാക്കിക്കൊണ്ടിരുന്നത് എന്തത്? സ്റ്റാഫ് മിണ്ടാതെ മാറിയിരിക്കുന്നു. പേടിക്കണ്ടാടാ, ഏറി പോകുമ്പോ എല്ലാവരുടെ പോത്തുള്ളൂ. നീ മാറുന്നല്ലോ പേടി. സാഫ്ബോയ് എന്താ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നേ? ഈ പടത്തില് സാഫ്ബോയുടെ ക്യാരക്ടർ എന്താ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്ന കുട്ടിയാണോ? സാഫ്ബോയ് ഇടിച്ചോർന്നു. സാഫ്ബോയ് വെളിച്ചത്തിലേക്ക് വരും. ക്യാരക്ടറോ? പൊട്ടിത്തെറിച്ച ക്യാരക്ടർ എന്നല്ല. ഇവരൊരു ഗ്യാങ് ആണ്. അപ്പൊ ആ ഗ്യാങ്ങിന് ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. ഓ, അതാണ് സാഫ്ബോയ് മാറിയിരിക്കണേ. അതങ്ങോട്ടൊന്നുമല്ല. പേഴ്സണൽ ലൈഫിൽ ഞങ്ങൾക്ക് ഇവരെ ഇഷ്ടമല്ല, സിനിമയിൽ ഞങ്ങൾക്ക് ഇവരെ ഇഷ്ടമല്ല. അല്ല, പനുവോ? കടുകിന് പോലും നിങ്ങൾ ഒരുമിച്ചുള്ള ആൾക്കാരല്ലേ? നിങ്ങൾക്ക് ആളെ മാത്രം മാറ്റി നിർത്തി എങ്ങനെ മനസ്സ് വന്നു? അല്ല, ക്യാരക്ടറായിട്ട് മാറുമ്പോ അങ്ങനെ തന്നെ അല്ല, ജീവിതത്തിൽ ആളെ മാറ്റി നിർത്തി അറിഞ്ഞു കണ്ടെത്തി അറിയണം. മേ ബി വേണ്ടിവരും. സംഭവിക്കുന്നല്ലേ? കുഴപ്പമില്ലടാ. സോയാ സോസ് അടിച്ചാലോ? ഈ അനുരാജ് എങ്ങനെയാ കുക്ക് ചെയ്യാൻ പഠിച്ചത്? ഇതേപോലെ വീട്ടില് കുക്ക് ചെയ്യാറുണ്ട്? കണ്ടുപിടിച്ച കുറച്ച് നാള് ഒളിവിലായിരുന്നു. അവിടെ അവിടെ ഇരുന്ന് അങ്ങനല്ല, ഞാൻ കുക്ക് ചെയ്യാൻ പഠിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ സോഷ്യൽ വർക്കറാണ്, ആശാവർക്കറാണ്. അപ്പൊ അമ്മ ഈ പണ്ടാമ ക്യാമ്പ് പരിപാടിയൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ പോകും. അപ്പൊ അച്ഛാമ്മയാണ് ഭക്ഷണം ഉണ്ടായിരുന്നു. അച്ഛമ്മ, അച്ഛനമ്മ. ഇതിന്റെ പ്രായം ടേസ്റ്റ് ഒന്നും അങ്ങനെ ഉണ്ടാവില്ല. ഞാൻ റീകുക്ക് ചെയ്യും. റീകുക്കിംഗ് മസാലയൊക്കെ വേറെ സ്ഥലത്ത് ഒന്നുകൂടെ കുക്ക് ചെയ്യും. റീകുക്കിംഗ് അങ്ങനെ അങ്ങനെ ഇതിലേക്ക് ഇൻട്രസ്റ്റ് വന്നത്. പക്ഷെ ഇത് പാടുണ്ടായിരുന്നു. മൊത്തത്തിൽ ആ വൈബ് എങ്ങനെയായിരുന്നു സെറ്റില്? അടിപൊളി. ഞാനും കുറച്ച് സംസാരിക്കും, ഞാൻ കുറച്ച് റെസ്റ്റ്. വാഴയുടെ വൈബോ? ഈ ടീം ഇപ്പൊ എങ്ങനെയാണോ അതുപോലെ തന്നെ വേറെ അടിപൊളിയാണ്. നമ്മുടെ മേലും കയ്യിലും കളയരുത്, എണ്ണ ചൂട് സാധനങ്ങളാണ്. ഓക്കെ, അപ്പൊ ഒരാള് പറഞ്ഞു അടിപൊളി സെറ്റ് ആയിരുന്നു. അപ്പൊ സെറ്റിൽ നടന്ന ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് പറയാൻ പറഞ്ഞാൽ
പറഞ്ഞോളൂ എന്തായാലും ഇത് അങ്ങനെയല്ല നിനക്കെല്ലാം ഇഷ്ടം പോലെ ഉള്ളത് പറയണി. ഇത് 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 മീനാക്ഷി പറ മീനാക്ഷി പറ. ഒരുപാട് കാര്യങ്ങൾ പറയാം അതെ സെറ്റില് 8 ദിവസം എടുത്ത് ഷൂട്ട് ചെയ്ത സീനിലെ കാര്യം പറഞ്ഞു. ഞങ്ങള് എല്ലാരും കൂടെ ഇങ്ങനെ ഒരുമിച്ചിരിക്കും കാരവനിൽ ഇങ്ങനെ എല്ലാരും ഒരുമിച്ചിരുന്ന് ഓരോരോ ചളി പറയും പിന്നെ ഓരോരോ ഗെയിം കളിക്കും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പരിപാടി പിന്നെ ഫ്രീ ടൈമിലാണ് കുട്ടി ഉദ്ദേശിച്ചത്. ഷൂട്ടിൽ എന്തെങ്കിലും എത്ര നിങ്ങൾക്ക് കുറെ റീടേക്കുകൾ വന്നാൽ ഭയങ്കര കടുകട്ടിയായിട്ടുള്ള ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു അഭിനയിക്കാൻ ഡയറക്ടർ എന്തെങ്കിലും ചീത്ത കേട്ടു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അങ്ങനത്തെ സീൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാം ഭയങ്കര എൻജോയ് ചെയ്തിട്ട് അതേതാ ഫൈറ്റ് സീൻ ഉണ്ടായിരുന്നു. സാഫോയും ഇവരും തമ്മിൽ ഫൈറ്റ് ഇതൊരു ചെറിയ പടമല്ല ഇത്. ഫൈറ്റ് ഉണ്ട്, ഡാൻസ് ഇല്ല, ഡാൻസ് ഇല്ല, ഫൈറ്റ് ഡാൻസ് ഉണ്ട്. ആക്ച്വലി രോമാഞ്ചത്തില് സിജു സണ്ണിയും ജോമോനൊക്കെ കളിച്ച ഡാൻസുകൾ ഉണ്ടായിരുന്നു. ഇവൻ കളിച്ചില്ല, ചുമ്മാ അറിയത്തില്ലെങ്കിൽ പിണ്ട കഴിക്കാമോ? ചുമ്മാ ഇവൻ കളിച്ചിട്ടൊന്നുമില്ല, ചുമ്മാ അറിയത്തില്ല, ചുമ്മാ പറഞ്ഞ അതെ ജോമോനിടയ്ക്ക് മറ്റേ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് റോഡിൽ അത് ഡാൻസ് അല്ല, മണ്ടം ചോദിച്ചാ ഞാൻ ട്രൈ ചെയ്തതാണ് അത് വർക്ക് ആയിരുന്നു. ഇതൊക്കെ പിന്നണം കേട്ടോ അത് കണ്ടപ്പോൾ ഡാൻസിന്റെ കൂട്ടി വിചാരിക്കേ ഓക്കെ അപ്പൊ ഈ ഒരു പടത്തിലപ്പോ ഡാൻസ് ഇല്ലേ? ഡാൻസ് ഉണ്ട്. ഞങ്ങൾ തന്നെ കൊറിയോഗ്രാഫി ചെയ്ത, ഞങ്ങൾ തന്നെ സെറ്റ് ചെയ്ത ഒരു ഡാൻസ് ഉണ്ട്. അത് ഒരുപാട് പ്രാക്ടീസ് സെറ്റ് ചെയ്തത്. അത് മറ്റേ ഇങ്ങനത്തെ സ്റ്റെപ്പ് പോലത്തെ സ്റ്റെപ്പ് അത് അതിനും മേളിൽ നിൽക്കും. അതിന് മേളിൽ അത് കൊച്ചു കുട്ടികൾ വീട്ടിൽ അനുകരിക്കരുത്. ആ സ്റ്റെപ്പ് ഭയങ്കര റിസ്കി ആയിട്ട് വീട്ടിൽ അത് അവർ തിന്നിട്ട് 5 മിനിറ്റ് ആകുമ്പോൾ ഇരുത്തണം, എന്നിട്ട് നമ്മൾ കഴിയുള്ളൂ. ഓക്കെ പിന്നെ ഞാൻ നോക്കുന്നത് എന്താ തൂമ്പ ലവ്സ് പിക്കാസ് വാട്ട് ഈസ് ദിസ്? അത് തൂമ്പ എല്ലാവർക്കും ഇഷ്ടമല്ലേ? തൂമ്പയ്ക്ക് പിക്കാസിനോട് ഇഷ്ടം, അത്രേ ഉള്ളൂ. വേറെ ഇതായുള്ളൂ പിക്കാസിനോട് ഇഷ്ടം. അപ്പൊ സിജുവിന് ആരോട് ഇഷ്ടം? മലയാള സിനിമയാണ്. എന്തായിരുന്നു ഉദയഭാനുവിന് ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അത് സിനിമയാണ്. അതെ സിനിമ ഡയലോഗ് പോലെ ഒന്നല്ല, ശരിക്കും റിയൽ ലൈഫിനെ പറ്റി പറയൂ. ഹൂ ലവ്സ് ഹൂ? സിജു സണ്ണി പറയൂ സിജു സണ്ണിക്ക് പറയാറുണ്ട്. അതെ. സിജു സണ്ണിക്ക് പറയാറുണ്ട്. അതെ സിജു സണ്ണിക്ക് പറയാനുണ്ട് അതെന്താ അമേരിക്കക്കാരിയാണോ? നോ ഗേൾഫ്രണ്ട്സ്, ഐ ആം അൺമാരിഡ് ബാച്ചിലർ. Seriously? ഐ ആം നോട്ട് മാരീഡ്. അപ്പൊ നമ്മുടെ ടീം ഉണ്ടാക്കിയ ഓക്കെ ഇതാ സ്പൂൺ ഉണ്ടോ പിള്ളേരെ? അയ്യോ അങ്ങനെ കടിയിലെ സ്പൂൺ ഒന്നും കുഴപ്പമില്ല. കടിയിലെ സ്പൂൺ എടുക്കല്ലോ, അങ്ങനെ കഴിക്കല്ലേ. ഓക്കെ റിയാക്ഷൻ എല്ലാരും നിക്കണേ. ഓക്കെ ആക്ച്വലി നല്ല മണമുണ്ട്. ഗാർണിഷ് ചെയ്ത് നിങ്ങൾ കാണുന്നുണ്ടോ? ഇത്തിരി കഴിച്ചിട്ട് തേനെടുത്തിട്ട് തേനോ? അങ്ങനെയൊക്കെയല്ലേ? ഓക്കെ അപ്പം ഞാൻ കുറച്ചെടുക്കുന്നുള്ളൂ, മനസ്സിലായില്ലേ? അതെ, കുറച്ചുകൂടെ കുറയ്ക്കാം. ഇത് 3 ദിവസത്തേക്കിനുള്ള ഹോസ്പിറ്റൽ കേസാ. ഒരു സ്പൂൺ. കിടില്ല സാധനം, നല്ല സാധനം. പിന്നെ ഇത് ഏബിയിലായിരുന്നെങ്കിൽ ഇവിടെ ഇപ്പൊ വേറെ സാധനം. അതാണ്. അപ്പൊ നമ്മുടെ വാഴ എന്താണ് അതിന്റെ ടാഗ് ലൈൻ? സിജു കറക്റ്റ് ആയിട്ട് പറയും. ബയോപിക് ഓഫ് ബില്യൺ ബോയ്സ്. അപ്പൊ തിയേറ്ററിലേക്ക് ഇറങ്ങുകയാണ്. എന്നാണ് ഡേറ്റ്? ഓഗസ്റ്റ് 15. അപ്പൊ സ്വാതന്ത്ര്യ ദിനത്തിലാണ് ഇറങ്ങുന്നത്. എല്ലാ വാഴ കളിക്കുന്ന പിള്ളേർക്കും അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു സ്വാതന്ത്ര്യമാവട്ടെ. ഹലോ ശരി. അപ്പം നമ്മുടെ വാഴ പടം അടിച്ചു പൊളിക്കട്ടെ, അത് അങ്ങ് ഹിറ്റ് ആവട്ടെ. അതെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം അല്ലെ? നിങ്ങൾക്ക് എന്താ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഓഗസ്റ്റ് 15 നമ്മുടെ സ്വന്തം വാഴയായ ബയോപിക് ഓഫ് ബില്യൺ ബോയ്സ് റിലീസ് ആവുകയാണ്. എല്ലാവരും പോയി കാണാം, അഭിപ്രായങ്ങൾ അറിയിക്കാം. മോശം അഭിപ്രായങ്ങൾ ഇവന് നല്ലത്. ജീവിതത്തിൽ വാഴകളായിട്ടിരിക്കുന്ന എല്ലാവർക്കും അന്ന് സ്വാതന്ത്ര്യം. ഓക്കെ അപ്പൊ നമുക്ക് താത്ത പറയാം. ഓക്കെ അപ്പൊ ബൈ. ഇനി നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ചുമലുകൾ സംസാരിക്കും. സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 വാൾ കവറിംഗ് കമ്പനി യാര ലക്ഷറി വാൾ കവറിംഗ് ആൻഡ് മോർ. Taste the Daily.